കൂട്ടുകാരെ ഉണ്ടല്ലോ, ജെഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷുദിന ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കുറേ പേര് അതായത് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മുടെ മെലസ്റ്റോമ ചെടി നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ നമ്മുടെ മെലസ്റ്റോമയിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാവരും നട്ടൊക്കെ കൊടുക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ചെടി ഇങ്ങനെ തന്നെ ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കുറച്ച് നാൾ മുന്നേ എനിക്കിങ്ങനെ കുറേ ചെടികൾ നട്ടിട്ട് ഉണങ്ങിപ്പോയതിൻ്റെ ഫോട്ടോസ് ഇട്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെടീനെ നമ്മൾ രക്ഷിച്ചെടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതുണ്ടല്ലോ നമ്മുടെ മറ്റൊരു മെലസ്റ്റോമ ചെടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, നിറച്ചിങ്ങനെ ഇതിൻ്റെ ഒരു കായ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെടിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാതെ നമ്മൾ പരമാവധി അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണേ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ചെടീൻ്റെ കമ്പ് ഇത് ഉണങ്ങി നിൽക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ കമ്പ് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കേട്ടോ നമ്മുടെ മെലസ്റ്റോമേൻ്റെ ഇങ്ങനെ കമ്പുകളെല്ലാം ഉണങ്ങി പോകുന്നത്. അപ്പോൾ ഇതിന് മെയിനായ ഒരു റീസൺ ഉണ്ട്. അപ്പോൾ നമുക്കതെന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇതുപോലെ നിൽക്കുന്ന ചെടി പെട്ടെന്ന് ഉണങ്ങുന്നതിൻ്റെ മെയിൻ കാരണമാണ് നമ്മുടെ ഈ ചെടികൾക്കുണ്ടല്ലോ, അതായത് നമ്മുടെ ചെടി നട്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്നും ചെതൽ വരും. അപ്പോൾ നമ്മൾ കാണൂല. അപ്പോൾ ഈ ചെടീൻ്റെ റൂട്ടിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും, ചെതൽ വന്നു കഴിയുമ്പോൾ ക്രമേണ നമ്മുടെ ഈ ചെടി മെല്ലെ മെല്ലെ ഉണങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അതിന് നമുക്കൊരു മരുന്ന് കൊടുക്കണം. അപ്പോൾ ആ മരുന്ന് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ചെടീനെ നമുക്ക് രക്ഷിച്ചിട്ട് ഇതുപോലെ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതായത് ഇത് റഡാറ്. അപ്പം ഇത് ഈ ഒരു സംഭവമാണ് നമ്മൾ ചെതലിന്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മരത്തേലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്കൊരു 2 ml നമുക്ക് എടുത്തു കൊടുക്കാവേ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ലിറ്റർ വെള്ളം ചേർക്കണം. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കണുണ്ടല്ലോ, നമ്മുടെ ഈ ചെടീൻ്റെ ചുവട് ഭാഗം നമുക്ക് ചെറിയ രീതിയിലൊന്ന് വകഞ്ഞു കൊടുക്കാം. ചോട് ചേർത്ത് വകയരുത്, കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ വകഞ്ഞു കൊടുക്കണം കേട്ടോ. ചെറിയ രീതി ഇതൊക്കെ മെലസ്റ്റോമേൻ്റെ വേരുകളാണ് കേട്ടോ. ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചേക്കണ ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ചോടകത്തി നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ചെടീൻ്റെ തണ്ടുണ്ടല്ലോ, ഈ തണ്ടിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചതലിങ്ങനെ ഈ തണ്ടേ കൂടെയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വളരെ ഡോസ് കുറച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും നമ്മുടെ ചെടികൾ നാശമായി പോകുകയില്ലെന്ന്. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല എന്താ പറയുക, കംപ്ലൈൻറ്റുകളൊന്നുമില്ലാതെ വളരും. ഇനിയുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ചെടികൾ അതായത് എങ്ങനെ തുടക്കത്തിൽ നട്ടുപിടിപ്പിക്കണം എന്നറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏതൊക്കെ ചെടികളാണ് നമുക്ക് നട്ടുകൊടുത്ത് നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയാക്കി എടുക്കുന്നതെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ചെടി നടാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ ചെടി. എന്നുവെച്ചാൽ ഇത് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട. ആ ഒരു സമയത്ത് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ പൂന്തോട്ടത്തിൽ ഇപ്പം നമുക്ക് പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ എല്ലാ പ്ലാന്റൊന്നും നമുക്ക് പിടിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു ചെടി നട്ടാലുണ്ടല്ലോ, ഒരു 3-4 ചെടിയൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൂ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോണ്ടല്ലോ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തൊരു പ്രതീതി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല ചെടികളൊക്കെ എല്ലാവരും നട്ടു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരു ചെതല കയറുന്ന മറ്റൊരു പ്ലാന്റാണ് നമ്മുടെ പോയിൻസിറ്റിയ. അപ്പോൾ ഈ പോയിൻസിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ എന്താ പറയുക, ഒരു കുഞ്ഞു മരം പോലെ വരുന്ന ചെടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്കിങ്ങനെ ചെതൽ വരുന്ന സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെടിക്കൊക്കെ നമുക്ക് ഈ റഡാറ് ഇതുപോലെ ഒരു കുറച്ച് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചെടികൾ ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റൊക്കെ കൈവശമുള്ളവർ, ഞാൻ ഈ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ചെടികൾക്കുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കും കേട്ടോ. ചെടികൾക്ക് വലിയൊരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.